6 വയസ്സുകാരി നക്ഷത്രയെ വെട്ടിക്കൊലപ്പെടുത്തിയ പിതാവ് ഇന്നലെ ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. കേരളത്തെ നടുക്കിയ ഒരു സംഭവമായിരുന്നു നക്ഷത്രയുടെ കൊലപാതകം. നക്ഷത്രയുടെ അമ്മ 8-10 മാസം മുമ്പ് അവർ സൂയിസൈഡ് ചെയ്തു. പിതാവ് ഗൾഫിലാണ്, കൂടെ വരും. ഭാര്യയിൽ വലിയ സംശയം ഉണ്ടായിരുന്നു തോന്നുന്നു അയാൾക്ക്. അയാളും അയാളുടെ ഏക മകൾ നക്ഷത്രയും ഒന്നിച്ചാണ് ഒരു വീട്ടിൽ. തൊട്ട് ചേർന്ന് ആ ശ്രീ മഹേഷ് എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ പിതാവിൻ്റെ അമ്മ, അവർ ബന്ധുക്കളും അവിടെ താമസിക്കുന്നുണ്ട്. ഇയാൾ സ്വല്പം അബ്നോർമലാണോ അതോ അഡിക്ഷൻ മൂലമാണോ, എന്തായാലും ഇയാളുടെ പെരുമാറ്റം കൊണ്ട് ഭാര്യ ആത്മഹത്യ ചെയ്തു. അതിനുശേഷം കൊച്ചൊറ്റയ്ക്കായി. ഇയാൾ പുനർവിവാഹത്തിന് ശ്രമിച്ചത്, അതിന് ചില കല്യാണാലോചനയൊക്കെ വന്നു. 6 വയസ്സുകാരി നക്ഷത്രയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. നക്ഷത്ര അതിനെതിരായിരുന്നു. തൊട്ടടുത്ത അമ്മൂമ്മയുണ്ട്, ഭർത്താവിൻ്റെ അമ്മ. കുട്ടിയെ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിപ്പോവും പല സന്ദർഭത്തിൽ. ഏകദേശം 3 മാസം മുമ്പ് ആ കൊച്ചു വീട്ടിലിരുന്ന് കളിക്കുകയാണ്. വൈകിട്ട് 7:30 മണിക്ക് 2021 ജൂൺ 7 രാത്രി ആ സെറ്റിയിലിരുന്ന് ആ കൊച്ച് ഒറ്റയ്ക്കിരുന്ന് കളിക്കുകയാണ്. ഈ സമയം പിതാവ് പിന്നിൽ കൂടെ വന്ന് വെട്ടുകുത്തിയെടുത്ത് കഴുത്തിന് വെട്ടി. കൊച്ചു ഉറക്കം നിലവിളിച്ചു. നിലവിളി, കുട്ടിയുടെ ദീനരോധനം വല്യമ്മ കേട്ടു. അവർ ഓടി വന്നു. തൊട്ടടുത്ത വീട് അത് ശ്രീ മഹേഷിൻ്റെ അമ്മയാണ്. അവരെയും വെട്ടി. അവർ വെട്ടുകൊണ്ട് വീണു. അടുത്തുള്ളവരെല്ലാം ഓടിക്കൂടി ബഹളം കേട്ട് പോലീസിനെ വിളിച്ചു. അമ്മയെ ആശുപത്രി കൊണ്ടുപോയി. കുട്ടി കൊല്ലപ്പെട്ടു. ആ ആളെ അറസ്റ്റ് ചെയ്തു. മാവേലിക്കര SHO ആണ് അറസ്റ്റ് ചെയ്തത്. അവിടുത്തെ SHO ശ്രീജിത്ത് 76ാമത്തെ ദിവസം അന്വേഷണം പൂർത്തിയാക്കി. ഇയാളെ റിമാൻഡ് ചെയ്യുകയും കസ്റ്റഡി വാങ്ങുകയും അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തു. കൃത്യമായ അന്വേഷണം നടത്തി 76ാമത്തെ ദിവസം തന്നെ കുറ്റച്ചാർജ് മാവേലിക്കര കോടതിയിൽ കൊടുത്തു. അതിൻ്റെ കുറ്റവിചാരണ ആരംഭിക്കുന്ന നടപടി തുടങ്ങി. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഇന്നലെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു. അയാൾക്കറിയാം ഇത് തീർച്ചയായിട്ടും തന്നെ ശിക്ഷിക്കും. ചിലപ്പം ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നെ കിട്ടും, തൂക്കിക്കൊല വിധിക്കാം. ഇയാൾ ഈ സംഭവത്തിന് ശേഷം ഇയാളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് മാവേലിക്കര കോടതി റിമാൻഡ് ചെയ്തത് അവിടുത്തെ സബ് ജയിലിലേക്കാണ്. അവിടെ വെച്ച് ഇയാൾ കൈയിലെ ഞരമ്പ് കട്ട് ചെയ്ത് ബ്ലേഡ് ഉപയോഗിച്ചിട്ട്. അങ്ങനെ ഇയാൾ ഹോസ്പിറ്റലിൽ പോയി. ഒരു ആത്മഹത്യാ പ്രവണത കാണിച്ചു. അതുകൊണ്ട് മാവേലിക്കര സബ് ജയിലിൽ നിന്ന് ഇയാളെ സുരക്ഷിത ജയിലായ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. സെൻട്രൽ ജയിലിൽ നിന്ന് ഇന്നലെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കുവാൻ 2 പോലീസുകാർ എസ്കോർട്ട് ചെയ്ത് പോയി. ഇയാളൊരു ഡേഞ്ചറസ് ക്രിമിനലാണ്, കുട്ടിയെ വെട്ടിക്കൊന്നതാണ്, സ്വയം ആത്മഹത്യ ശ്രമിച്ചതാണ്. സാധാരണഗതിയിൽ ഇയാൾക്ക് എസ്കോർട്ട് ഒരു അവിൽദാരോ ഒരു ASIയും കൂടെ വേണം. 3 പേര് ആണ് സാധാരണ ഇതുപോലുള്ള ക്രിമിനലിനെ എസ്കോർട്ട് ചെയ്ത് അയക്കുന്നത്. ഇവിടെ 2 പേരെ മാത്രമാണ് അയച്ചത്. പോലീസിന് അവിടെ ഒരു വീഴ്ചയുണ്ട്. ഏതായാലും കോടതിയിൽ കുറ്റപത്രം വായിച്ചു കേട്ട ശേഷം ഇയാളെയും കൊണ്ട് അവർ ട്രെയിനിൽ കയറി ശാസ്താംകോട്ടയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, എനിക്ക് മൂത്രം ഒഴിക്കണം. ട്രെയിനിലെ ലാബറട്ടറിയിലിട്ട് കയറാനായിട്ട് ഇയാളെയും കൊണ്ട് അവർ പോയി. വാതിലിനടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം പോലീസുകാരെ തള്ളി നീക്കി ഇയാൾ ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടി. വളരെ ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ്. അയാൾ താഴെ വീണു, തൽക്ഷണം മരണപ്പെട്ടു. പോലീസിൻ്റെ ഭാഗത്തൊരു വീഴ്ച തന്നെയാണ് ഇത്. കാരണം ഇങ്ങനെയുള്ള പ്രതികളെ എസ്കോർട്ട് ചെയ്ത് പോകുന്നത് 2 പേര് മാത്രം പോരാ. അവർ ഡേഞ്ചറസ് ആണ്. പോലീസുകാരെ ചിലപ്പം വെട്ടുകയോ കൊല്ലുകയോ ചെയ്യാം. ഹൈലി റിസ്ക്കിയാണ്. സ്വന്തം കുട്ടിയെ
വെട്ടിക്കൊന്നവനാണ് ഇവൻ. സ്വന്തം അമ്മയെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതാണ് ഇവൻ. ഏതായാലും പോലീസുകാർ തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രിസണേഴ്സിനെ, തടവുകാരെ അല്ലെന്നുണ്ടെങ്കിൽ ട്രയൽ പ്രിസണറെ കൊണ്ടുപോകുമ്പം വളരെ സൂക്ഷിക്കണം. അവർ പല നമ്പറുകളും പലത് ഇറക്കും. ഇതിനു മുമ്പ് പല എസ്കോർട്ട് ചെയ്ത പോലീസുകാരെ കസ്റ്റഡി ചെയ്യുന്ന ധാരാളം ക്രിമിനൽ രക്ഷപ്പെട്ട് കേരളത്തിൽ പോയിട്ടുണ്ട്. ചില പോലീസുകാരെ പിരിച്ചുവിട്ടിട്ടുണ്ട് അനാസ്ഥ കാരണം. ചിലർ ഡിപ്പാർട്ട്മെൻറ്റ് നടപടി എടുത്ത് 2-3 വർഷം സസ്പെൻഷന് തിരിച്ചു കയറിയവരുണ്ട്. എന്തായാലും ഇതുപോലുള്ള ക്രിമിനലിനെ കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ആ സെൻട്രൽ ജയിലിൽ നിന്ന് എത്ര ക്രിമിനൽ ഉണ്ടെങ്കിലും ശരി, ആ സെൻട്രൽ ജയിലിലുള്ള ഉദ്യോഗസ്ഥർ പോലീസുകാരോട് പറഞ്ഞു കൊടുക്കണം ഇയാൾ ഏത് കേസിലാണ്. കാരണം പോലീസുകാർക്ക് അത് അറിയില്ല. അത് സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇത്രയും പേരെ ഇന്ന കോടതിയിൽ ഹാജരാക്കണമെന്ന് കോടതിയിൽ നിന്ന് ഉത്തരവ് വരുന്ന ജയിലിലാണ്. ജയിൽ ഉദ്യോഗസ്ഥർ ഓരോ ക്രിമിനലിനെ അറിയാം, ഏത് പോലീസ് സ്റ്റേഷൻ കേസാണെന്നറിയാം. അപ്പോൾ വരുന്ന എസ്കോർട്ട് ചെയ്ത് വരുന്ന പോലീസുകാർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കണം. ഇവൻ ഇന്ന കേസിലെ പ്രതിയാണ്, അല്ലെങ്കിൽ ഇത്ര കൊലക്കേസ് ചെയ്തവനാണ്, റിസ്കി ആണ് ഈ ക്രിമിനൽ, അതുകൊണ്ട് ഹാൻഡ്കഫ് ഇടുന്നതും അഴിക്കുന്നതും സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ലാസ് കൊടുത്ത് വിടണം. പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരാദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഇവരെ എസ്കോർട്ട് ചെയ്ത് പോകുന്നത്. ചെറുപ്പക്കാരെ വലിയ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടൊരു സീനിയർ ഓഫീസർ എപ്പോഴും അങ്ങനെയുള്ള സന്ദർഭം കൊടുത്തേ പറ്റൂ. ഒരു ASI അല്ലെങ്കിൽ ഓഫീസർ റാങ്കിൽ ASI SIO കൂടെ പോകണം. ഇവിടെ അതൊന്നും ഉണ്ടായില്ല. ഇയാളെ മാതൃപരമായിട്ട് ശിക്ഷിക്കേണ്ട ഒരു ആവശ്യം നമുക്കുണ്ടായിരുന്നു. കേരളത്തിൽ 6 വയസ്സുകാരികളെ, വളരെയധികം പെൺകുട്ടികളെ അടുത്ത ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു. കുട്ടികൾ 12 വയസ്സിൽ താഴെയുള്ളവരാണ് കൂടുതലധികം പീഡിപ്പിക്കപ്പെടുന്നതും അതുപോലെ കൊലപ്പെടുത്തുന്നതും. വീടുകളിലായാലും ശരി, നാട്ടിൻപുറത്തായാലും ശരി. നമുക്കറിയാം 6 വയസ്സുകാരിയെ ആലുവയിലെ അന്യസംസ്ഥാന തൊഴിലാളിയുടെ കുട്ടിയെ പിടിച്ചുകൊണ്ട് മൊട്ടായി കൊടുത്ത് ആകർഷിച്ച് പിടിച്ചുകൊണ്ട് പോയി അതിനെ റേപ്പ് ചെയ്ത് കൊന്ന്. ആ സംഭവം നമുക്കറിയാം. അയാളെ കഴിഞ്ഞ മാസം അയാളെ തൂക്കാൻ വിധിച്ചിരുന്നു. കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് കൊച്ചിയിലെ ലിവിങ് ടൂതറായ ഭാര്യയും അവരുടെ ഇപ്പോഴത്തെ ഭർത്താവും കൂടെ ചേർന്ന് 1.5 മാസത്തോളം പ്രായമുള്ള ഒരു കുട്ടിയെ അവർ ശ്വാസം മുട്ടിച്ച് കൊന്നു. അത് മരിച്ചോ ഇല്ലയോ, അല്ലെങ്കിൽ അതിനെ കടിച്ചു കൊന്നു. അങ്ങനൊരു സംഭവം ഉണ്ടായി. ആ ലിവിങ് ടൂതറിലെ ഭർത്താവിൻ്റെ കുട്ടിയല്ല എന്ന് അയാൾക്കിതറിയാം. അതുകൊണ്ട് കൊല്ലാൻ അയാൾ തീരുമാനിച്ചു, ഭാര്യയും തീരുമാനിച്ചു. 2 പേരുടെ സുഖജീവിതത്തിൽ ഒരു മനുഷ്യജീവനെ അവർ കൊലപ്പെടുത്തി. ഹോസ്പിറ്റലിൽ അതിനെ കൊണ്ടുവന്നപ്പം മുലപ്പാൽ തൊണ്ടയിൽ കുരുങ്ങി എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലുകാർ പരിശോധിച്ചപ്പോഴാണ് കുട്ടി ഡെത്താകുകയും ആ സമയത്ത് പോസ്റ്റ്മോർട്ടത്തിലാണ് കൂടുതൽ വിവരങ്ങൾ വെളിയായത്. അതിനെ ശ്വാസം മുട്ടിച്ച് കൊന്നിരിക്കുന്നു. അതിന് ശരീരത്തിൽ പല ഭാഗത്തും ഇഞ്ചുറിയുണ്ട്. അതിൻ്റെ ശരീരത്തിലെ റിബ്സുകൾ പലതും പൊട്ടിപ്പോയിട്ടുണ്ട്. വളരെ ക്രൂരമായി കൊന്നിരിക്കുന്നു. നമുക്ക് ഇതുപോലെയുള്ള കുട്ടികളെ ആവശ്യമുണ്ട്. സംസ്ഥാനത്ത് കുട്ടികളില്ലാതെ ധാരാളം പേര് ക്യൂ നിൽക്കുകയാണ്. അവർക്ക് കുട്ടികളെ വേണം. അവർക്ക് സ്വന്തമായി കുട്ടികൾ ഉണ്ടാകില്ല. അവർക്ക് പ്രായം ആധിക്യം ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ദത്തെടുക്കാനാണ് നിരവധി ആൾക്കാരാണ് സംസ്ഥാനത്ത് ക്യൂ നിൽക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാരാണ്. പക്ഷേ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന് കുട്ടികൾ വേണം. ഇതുപോലെ അവിഹിതമായ ഗർഭത്തിൽ ഉണ്ടാകുന്ന കുട്ടികളെ ദയവ് ചെയ്ത് നിങ്ങൾ കൊല്ലരുത്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി പോലും വെളിയിൽ അറിയില്ല. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തുക. നിങ്ങളുടെ സമീപത്തിലെ ചെറിയ ഹോസ്പിറ്റലായാലും വലിയ ഹോസ്പിറ്റലായാലും അവിടെ കൊണ്ടുപോയി കിടത്തിയിട്ട് നിങ്ങൾ പൊക്കോളുക. അവിടെ നഴ്സുമാരുണ്ടാവും. ഒരു മനുഷ്യക്കുഞ്ഞാണ്, തീർച്ചയായിട്ടും അവർ നഴ്സ് ചെയ്തോളും. അമ്മത്തൊട്ടിലോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിൽ കുട്ടിയെ ഏൽപ്പിക്കും. 100 കണക്കിന് ആൾക്കാർ ഈ കഴിഞ്ഞ വർഷം കുട്ടികൾ ലഭിച്ചു. അമ്മത്തൊട്ടിൽ വന്ന കുട്ടികൾ കഴിഞ്ഞ വർഷം 600 ശിഷ്ടം കുട്ടികൾ ഇതുപോലെ കൊടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി നമ്മുടെ പോപ്പുലേഷൻ തന്നെയാണ്, നമ്മുടെ കുട്ടികളാണ്, വളരുന്ന തലമുറയാണ്. ആരുടെ കുട്ടി എന്നുള്ള അവിടെ പ്രശ്നമില്ല. നമുക്ക് കൊച്ചു കുട്ടികൾ നമ്മൾ അവരെ പഠിപ്പിച്ച് ഇന്ത്യയിൽ ഉത്തമ പൗരന്മാരാക്കി നമ്മൾ മാറ്റും. അതുകൊണ്ട് ഇതുപോലെയുള്ള മാതാപിതാക്കൾ ദയവ് ചെയ്ത് അവിഹിത ഗർഭമെന്നോ ആരോപണം എന്ത് വന്നാലും ശരി, നിങ്ങൾ ഉണ്ടായ കുട്ടിയെ ഉണ്ടാകുന്ന സമയത്ത് കൊല്ലുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട്. അത് വേണ്ട. ദയവ് ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലും പോയി പ്രസവിക്കുക, അല്ലെങ്കിൽ സ്വല്പം ദൂരെയുള്ള ആശുപത്രിയിൽ പോയി പ്രസവിച്ചോളുക. ഡോക്ടറെ അടുത്ത് പറയുക കുട്ടിയെ വേണ്ട, അവിടുന്ന് പ്രസവം കഴിഞ്ഞ് നിങ്ങൾ പൊക്കോളുക.
ആ കുട്ടിയെ നമുക്ക് വേണം, നമ്മുടെ സ്റ്റേറ്റിന് വേണം. നമ്മുടെ കുടുംബങ്ങളിൽ വളരെയധികം കുടുംബങ്ങളിൽ കുട്ടിയില്ലാത്തവരുണ്ട്, അവർക്കൊക്കെ കുട്ടിയെ വേണം. അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അബദ്ധത്തിലൊരു കുട്ടി ഉണ്ടാകുന്നെങ്കിൽ ആ കുട്ടിയെ കൊല്ലാൻ പോകരുത്. അത് ഇന്ത്യയുടെ ശക്തിയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് ആ കുട്ടിയെ ദയവ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ പോവുക. നിങ്ങൾ നിയമപരമായി ഒന്നും നിങ്ങൾ പേടിക്കണ്ട. അവിഹിത ഗർഭം ധരിച്ചുണ്ടാകുന്ന കുട്ടികളുടെ വിവരങ്ങൾ ഡോക്ടർ വെളിയിൽ പറയാൻ പാടില്ല. പോലീസ് അവരോട് ഡോക്ടറോട് ചോദിക്കാനും പാടില്ല. ഡോക്ടർ പോലീസ് സ്റ്റേഷനിൽ ഇൻറ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിഹിത ഗർഭം ഉണ്ടായിക്കഴിഞ്ഞാൽ മൈനർ ആണെങ്കിൽ അതിനെ അബോർട്ട് ചെയ്യുന്നതിനും നിയമപരമായ ഒരു തടസ്സമില്ല, ഡോക്ടർക്ക് ചെയ്യാം. മൈനർ കുട്ടികൾ അവർ അവിഹിതമായ ഒരു ഗർഭം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടർക്ക് അത് ആരോടും ചോദിക്കാതെ തന്നെ അത് അബോർട്ട് ചെയ്ത് കളയുന്നതിന് അതിന് തടസ്സമില്ല, നിയമ തടസ്സമില്ല. അത് പോലീസിൽ അറിയിച്ച് കേസെടുക്കേണ്ട ആവശ്യമില്ല. കാരണം മൈനർ കുട്ടിയാണ് അവിഹിത ഗർഭം ഉണ്ടായത്. അതുകൊണ്ട് കുട്ടികളെ ഉപേക്ഷിക്കുന്ന മാതാപിതാക്കളും അല്ലെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ഒരു ആഗ്രഹം വന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിനെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെ പടിവാതിക്കൽ അതിൻ്റെ തിണ്ണയിലോ അതിൻ്റെ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ രാത്രിയിലോ പകലോ എപ്പോഴായാലും അവിടെ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ പൊക്കൊള്ളുക. ആ കുട്ടിയെ സംരക്ഷിച്ചോളും, ഗവൺമെൻറ് സംരക്ഷിച്ചോളും.